എങ്കിലും താഴാതെ നിൽക്കുന്നുണ്ട് മനസ്സ്. ആ മനസ്സിൽ നിറയെ പൊന്നുമോന്റെ കാര്യമാണ്. പൊന്നുമോൻ പ്രവാചകനായി ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നത് കാണാൻ കൊതിയുണ്ട്. അന്ന് മോനോടൊപ്പം നിന്ന് ശക്തി പകരാൻ ആഗ്രഹമുണ്ട്. അതിനൊന്നും തന്നെ കാലം അനുവദിക്കുന്നില്ലല്ലോ. അന്ന് പൊന്നുമോന് 8 വയസ്സായിട്ടേ ഉള്ളൂ. സ്വയം കാലിൽ നടക്കാനായിട്ടില്ല. ഉമ്മയും ജീവിച്ചിരിപ്പില്ലാത്ത ആ പൊന്നുമോന് ജീവിതത്തിന്റെ നെടുമ്പാതയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ഒരിക്കലും ഇടവരരുത്. എന്റെ കാലശേഷവും മോന് സംരക്ഷണം ലഭിക്കണം. വളർന്ന് ആളാവുന്നത് വരെ നോക്കി വളർത്താൻ ഒരാള് വേണം. അബ്ദുൽ മുത്തലിബിന്റെ ചിന്ത ഇതാണിപ്പോൾ. മോന്റെ ഉപ്പയായ അബ്ദുള്ളയുടെ മാതാവൊത്ത സഹോദരന്മാരാണ് അബൂ താലിബും സുബൈറും. ഇവരിൽ ആർക്കാണ് മോന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുക? 2 പേർക്കും മോനോട് താല്പര്യമാണ്. കൂടുതൽ എളുപ്പം അബൂ താലിബിനോടാണല്ലോ. ഈ കാരണം പറഞ്ഞ് അബൂ താലിബിന് ഏൽപ്പിച്ചു കൊടുത്താൽ അത് സുബൈർ നിഷ്ഠക്കേടാകുമോ? അബ്ദുൽ മുത്തലിബ് ഏറെ ചിന്തിച്ച ശേഷം തന്റെ മക്കളെ എല്ലാവരെയും വിളിച്ചു. മക്കയുടെ ഭരണസംബന്ധമായ എല്ലാ വസിയത്തുകളും നിർവഹിച്ച ശേഷം പൊന്നുമോന്റെ കാര്യം സംസാരിച്ചു. നിങ്ങളെല്ലാം അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പില്ലാത്ത കൊച്ചു കുട്ടിയാണ്. വളർന്ന് ആളാവുന്നത് വരെ നോക്കി വളർത്താൻ ഒരാൾ വേണം. ആരാണ് അവന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? അത് കേട്ട ഉടനെ ഞാൻ ഏറ്റെടുക്കാം എന്ന് സുബൈർ പറഞ്ഞു. ഞാൻ അവനെ നന്നായിട്ട് നോക്കിക്കോളാം, എന്നോടാണല്ലോ അവന് കൂടുതൽ താല്പര്യം എന്ന് അബൂ താലിബ് അവകാശപ്പെട്ടു. നിങ്ങൾ 2 പേരും തന്നെയാണ് അവനെ നോക്കേണ്ടത്. എങ്കിലും നിങ്ങൾ ഒരാളുടെ കയ്യിൽ അവന് ഉത്തരവാദിത്വം പ്രത്യേകം ഏൽപ്പിക്കണമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ആരെ ഏൽപ്പിക്കണമെന്ന് നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കാം. അബ്ദുൽ മുത്തലിബ് അവരോട് ചോദിച്ചു. അവർ സമ്മതം മൂളി. നറുക്ക് വീണത് അബൂ താലിബിനാണ്. ഇപ്പോൾ ഞാൻ അബൂ താലിബിനാണ് ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നെങ്കിലും മോന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സുബൈറിനോട് അബ്ദുൽ മുത്തലിബ് ഓർമ്മപ്പെടുത്തി. അബ്ദുൽ മുത്തലിബിന്റെ ആരോഗ്യനില കൂടുതൽ മോശമായി. ഒരു ദിവസം എല്ലാവരും നോക്കിയിരിക്കെ അദ്ദേഹത്തിന്റെ ചലനം നിലച്ചു. ഇതാ മരണം വീണ്ടും എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട ഉപ്പാപ്പയാണ് മുന്നിൽ ചലനമറ്റ് കിടക്കുന്നത്. ജീവിതകാലത്ത് ഗാംഭീര്യത്തോടെ തല ഉയർത്തി നടന്നു വലിയപ്പ. ഉമ്മയുടെ വേർപാടിന് ശേഷം ഒരു വിഷവും അറിയിക്കാതെ എന്നെ വളർത്തിയ വലിയപ്പ. സ്നേഹവും വാത്സല്യവും അതില്ലാതെ ചൊരിഞ്ഞും താങ്ങും തണലുമായി നിന്ന വല്യപ്പയുടെ മൃതദേഹത്തിന് മുന്നിൽ ആ 8 വയസ്സുകാരൻ പകച്ചു നിന്നു. കണ്ണീരൊഴുകിക്കൊണ്ട് അന്ന് അവാവിൽ ഉമ്മയുടെ മയ്യത്തിന് മുന്നിൽ നിന്ന പോലെ ആ കുടുംബ ദുഃഖം വെച്ചു വാങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമാകുന്നു. അപ്പോഴേക്കും ഇതാ എല്ലാമായിരുന്ന വല്യപ്പയും വിട പറഞ്ഞിരിക്കുന്നു. എത്രമാത്രം ദുഃഖമാണ് ഈ കൊച്ചുബാലനെ തേടിയെത്തുന്നത്. മക്കയുടെ പ്രിയപ്പെട്ട നായകനാണ് മുന്നിൽ ചലനമറ്റ് കിടക്കുന്നത്. ജനങ്ങൾ ഒന്നടങ്കം വല്യുപ്പയെ യാത്രയാക്കാൻ എത്തിയിരിക്കുന്നു. അവർ വല്യുപ്പയും താങ്ങിയെടുത്ത് പുറത്തിറങ്ങി. വലിയൊരു ജനക്കൂട്ടത്തിനകം പടിയോടെ പൊന്നുമോനും അതിൽ ചേർന്നു. പൊന്നുമോന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി പെയ്തുകൊണ്ടിരുന്നു. പിന്നെയും പെയ്തുകൊണ്ടിരുന്നു ആ കണ്ണീർ വർഷം. അനാഥത്വത്തിന്റെ നൊമ്പരം മുതിർക്കുന്ന കണ്ണീർ തുള്ളികൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്തുനബിയുടെ പിതാമഹന്റെ വേർപാടിന്റെ നിമിഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. എല്ലാ കാലഘട്ടത്തിലും അനാഥരായി ജനിച്ചു വീഴുന്ന അനേകം പേർക്ക് മുത്തുനബിയുടെ ജീവിതത്തിൽ മാതൃകയും അവർക്കുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.